നമസ്കാരം, അമ്പൂച്ചിയ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുടിവെള്ളം കിട്ടാത്തതിനെ തുടർന്ന് CPM ചന്ദ്രാപ്പനി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധം. വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക്. കോൾപ്പാടങ്ങളിലെ ജലസംഭരണികൾ വറ്റിവരളുന്നു. കർഷകർ ആശങ്കയിൽ. തളിക്കുളം ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും അന്നദാനവും നടന്നു. വാർത്തകൾ വിശദമായി. തളിക്കുളം മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും ഭക്ഷണ വിതരണവും നടത്തി. തളിക്കുളം ജുമാ മസ്ജിദിൽ നിന്ന് ആരംഭിച്ച റാലിക്ക് പള്ളി ഖത്തീബും മഹല്ല് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. ഫെബ്രുവരി 2-ാം തീയതി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജുമാ മസ്ജിദ് അങ്കണത്തിൽ വെച്ച് പൊതുസമ്മേളനം, അവാർഡ് ദാനം, സർട്ടിഫിക്കറ്റ് വിതരണം, സമ്മാനദാനം എന്നിവ നടക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. തളിക്കുളം ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് ഗസലി അഹ്സനി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഖത്തീബ് അബ്ദുൾ റഷീദ് മദനി കൂറ്റനാട് മുഖ്യപ്രഭാഷണം നടത്തും. സമ്മേളനത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ കലാമത്സരങ്ങളും മദ്രസകളിലെ പൊതുപ്രവേശന പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടക്കും.
CPIM ചന്ദ്രാപിന്നി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നാട്ടിക പോളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ജാഥയ്ക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ജ്യോതിഷ് കുമാർ, ഫൽഗുണൻ, സനീഷ് എന്നിവരും നേതൃത്വം നൽകി. വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് തള്ളിക്കയറിയ സമരക്കാരെ തടഞ്ഞ പോലീസ് നടപടി അല്പസമയം സംഘർഷത്തിലേക്ക് നയിച്ചു. നേതാക്കളും പോലീസും വേണ്ടത്ര സംയമനം പാലിച്ചതിനാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും നടന്നില്ല. എത്ര മാസം കയറിറങ്ങി ഞങ്ങളിവിടെ ഇന്ന് വരും നാളെ വരും മറ്റന്നാൾ ശ്രീമാരുണ്ടായിട്ട് പോകുന്നു വിളിക്കും. കുടിവെള്ളം കിട്ടിയിട്ട് 1.5 മാസമായി. അല്ല നമ്മള് പ്രതിഷേധ മാർച്ചിന് ശേഷം ചേർന്ന യോഗം MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. എല്ലാം സ്വകാര്യവൽക്കരിക്കുക അതാണ് ആഗോളവൽക്കരണ ആ നയവുമായി മുന്നോട്ട് പോകുന്ന ഭരണാധികാരികളുടെ നടപടികൾ. ആ നടപടികളുടെ ഭാഗമായി ഓരോന്നോരോന്ന് വരികയാണ്. അപ്പൊ വെള്ളം സ്വകാര്യവൽക്കരിക്കുന്നു. വെള്ളം സ്വകാര്യവൽക്കുന്നതിന് തൊട്ട് പിന്നാലെ 2 ദിവസമായി പത്രങ്ങളിൽ വന്നു. ഇത് കഴിഞ്ഞ ഡിസംബർ 28-ാം തീയതി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതാ. 2 ദിവസമായി നമ്മൾ കേൾക്കുന്ന കാര്യം എന്താ? വൈദ്യുതി സ്വകാര്യവൽക്കരിക്കാനാണ് പോണത്. ഇപ്പൊ ഇന്നലെ
മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തമ്മിൽ പത്രമാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിൽ നിന്നുള്ള കാര്യം കണ്ടു. എന്താ പറഞ്ഞ ഉമ്മൻചാണ്ടി പത്രക്കാർ ചോദിച്ചപ്പോ ഈ KSEBയുടെ സ്വകാര്യവൽക്കരണത്തിന് വേണ്ടി വൈദ്യുത മന്ത്രി കേന്ദ്ര ചിമ്മിനി ഡാമിൽ നിന്നും വെള്ളം തുറക്കാത്തതുമൂലം ആയിരക്കണക്കിന് ഏക്കർ നെൽകൃഷി നാശത്തിലേക്ക്. ഡാമിൽ നിന്നും ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതുകൊണ്ട് തൃശൂരിലെ പാടശേഖരങ്ങളിൽ വരൾച്ച ഉണ്ടാകും. വിതച്ച് 60-70 ദിവസം കഴിഞ്ഞ നെൽപ്പാടങ്ങളാണ് വരൾച്ചാ ഭീഷണി നേരിടുന്നത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ 8 അടിയോളം വെള്ളം ഉണ്ടാകാറുള്ള പുത്തൻതോടിൽ ഇപ്പോൾ അരയടി വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാരായും പലതവണ ചർച്ച നടത്തിയെങ്കിലും ആവശ്യത്തിന് വെള്ളം തരാമെന്ന ഉറപ്പല്ലാതെ കാര്യമായ നടപടിയൊന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്ന് കോൾ കർഷക സംഘം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കിസാൻ സഭ നേതാവുമായ KK രാജേന്ദ്രബാബുവും ചാണൂർ പഞ്ചായത്ത് അംഗം രാജൻ പുലിയടത്തും പറയുന്നു. ഒരു 99% കോൾ നിലങ്ങളിൽ നെല്ലിപ്പോൾ കതിര് വരുന്നതും കതിര് വരാൻ പാകമായതും കതിര് നിരന്നതുമായ കോൾ നിലങ്ങളാണ് വ്യാപകമായിട്ടുള്ളത്. അവിടെയൊക്കെ തന്നെ ഇപ്പോൾ ഈ സമയത്ത് വെള്ളം കിട്ടിയില്ലെങ്കിൽ കതിര് വരുന്നിടത്ത് വെച്ച് ഉണങ്ങിപ്പോകുന്ന കോടാനുകോടി രൂപ കൃഷിക്കാർക്ക് നഷ്ടം വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വളത്തിൻ്റെ വില വർധനവും കൂലിയിലുണ്ടായിരുന്ന വർധനവും എല്ലാ സബ്സിഡികളും ഗവൺമെൻറ് നിർത്തൽ ചെയ്തതും കാരണം 5000-ഓളം രൂപ ഒരു ഏക്കർ നിലം പണിയുന്നതിന് വേണ്ടി കൃഷിക്കാർക്ക് കൂടുതൽ ചെലവ് വന്നിരിക്കുക. അതിനനുസൃതമായിട്ട് നെല്ലിൻ്റെ വില കേരളത്തിൽ വർദ്ധിച്ചിട്ടുമില്ല. ഈ ഉണക്ക് കൂടി ബാധിച്ചു കഴിഞ്ഞാൽ വയനാട്ടിലെ പോലെ മറ്റ് ജില്ലകളിലെ പോലെ ഇവിടത്തെയും കൃഷിക്കാർ ആത്മഹത്യ ചെയ്യേണ്ടുന്ന വളരെ ഗൗരവമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നേരിടാൻ പോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ഞങ്ങൾ കോൾ കർഷക സംഘത്തിൻ്റെയും അതുപോലെ തന്നെ കോൾ ഉപദേശക സമിതിയുടെയും പ്രധാനപ്പെട്ട പ്രവർത്തകർ എന്നുള്ള നിലയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കളക്ടറുമായി നിരന്തരമായി ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള കുറേശ്ശെ വെള്ളം വിട്ടു തുടങ്ങിയിട്ട് ചിമ്മിനി ഡാമിലെ വാൽവിൻ്റെ തകരാറ് മൂലമാണ് യഥാസമയം അവർ വിടുന്ന വെള്ളം വിടാൻ കഴിയാതെ വന്നത് എന്നാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഭാഗത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഈ കൃഷിക്കാരുടെ ഈ നെല്ല് ഉണക്കിക്കളയുന്ന വിധത്തിലുള്ള ഒരു നടപടി ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായത് വലിയ അനാസ്ഥയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ 2-3 ദിവസമായി വെള്ളം വിട്ടു തുടങ്ങിയിട്ട് ഇന്ന് രാവിലെ വരെ ചെറിയ തോതിൽ ഒലിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു 5 സെൻറ്റിമീറ്റർ കനത്തിലാണ് ഇപ്പോൾ ഈ പുത്തൻചാലിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്തൊക്കെ തന്നെ ഒരു 15 അടി ഉയരത്തിൽ വെള്ളം കയറിക്കിടക്കുന്ന ഈ പുത്തൻചാലിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ കോൾപ്പടവിൻ്റെ ഈ പുത്തൻചാലി ഇറങ്ങി നിന്നിട്ട് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ അടിയന്തരമായി ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും ഈ കാര്യത്തിൽ ഇടപെട്ട് ആവശ്യമായ വെള്ളം നമുക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് ചിമ്മിനി ഡാമിനകത്ത്